നമസ്കാരം. മുൻ ബിഗ് ബോസ് മലയാളം സീസൺ വിജയും സീരിയൽ താരവുമായ അനുമോളുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് വളരെ ഗംഭീരമായി തന്നെ നടന്നത്. താലികെട്ടിന് ശേഷം വിവാഹ വാർത്ത പുറം ലോകം അറിഞ്ഞത്. നേരത്തെ പരസ്യമാക്കാൻ തനിക്ക് വന്നു ചേരാൻ പറ്റുന്ന നെഗറ്റീവുകളും വിമർശനങ്ങളും എല്ലാം ഓർത്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാൻ വിവാഹ തീയതി അനുമോൾ ആദ്യമേ പറയാതിരുന്നത്. എന്നിട്ട് കൂടിയും വിവാഹ ചടങ്ങുകൾക്കും ഒരുക്കങ്ങൾക്കും വീഡിയോകളും വ്ലോഗുമായി പങ്കിട്ടപ്പോഴും നെഗറ്റീവ് കമന്റുകൾ അനുവിന് എന്നും ലഭിച്ചുകൊണ്ടേയിരുന്നു. അനുവിനെയും പങ്കാളിയെയും പരിഹസിച്ചും വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾക്കെതിരെ ഫേസ്ബുക്ക് യൂസറായ ഒരാൾ അനു ചന്ദ്ര പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മലയാളികൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് അനുവിന്റെ കമന്റ് ബോക്സ് കൂടി തുറന്നു നോക്കിയാൽ അറിയാൻ സാധിക്കും. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പ്രബുദ്ധ മലയാളത്തിനെതിരെ തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഫേസ്ബുക്ക് കമന്റ് ബോക്സ്. മനുഷ്യന്റെ ലൈഫിലെ ഏത് കാര്യങ്ങൾ ഷെയർ ചെയ്താലും ശരി, അതിലൊക്കെ ഏറ്റവും നെഗറ്റീവ് മാത്രം സമീപിച്ച് കമന്റ് ചെയ്ത് കളയുന്ന ഒരിടം കൂടിയാണ് ഈ പറഞ്ഞ കമന്റ് ബോക്സ്. ഈ അനുമോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ആ പെൺകുച്ചിനെ വിവാഹമായിരുന്നു. വളരെയധികം സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്ന ആ നേരത്ത് പെൺകുട്ടിക്ക് കമന്റ് ബോക്സിൽ കയറേണ്ടി വന്ന മൊത്തം പരിഹാസം, അധിക്ഷേപം, പ്രാങ്ക് ഒക്കെയാണ്. മാത്രമല്ല, കല്യാണം കഴിഞ്ഞതോടെ കേൾക്കേണ്ടി വന്നത് എത്ര നാളുകളെയാണ്. ഡിവോഴ്സ് എന്നാണ്, തമിഴിനായതുകൊണ്ട് ക്യാഷുമായി മുങ്ങിക്കളയും എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ നിറയുന്നത്. ഇതെന്ത് തരം ചൊറിച്ചൽ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടെ ആലോചിക്കാറുണ്ട്. അതായത് അനുമോൾ എന്നല്ല, ഈ പറയുന്ന സാധാരണക്കാരായ ഞാൻ പങ്കുവെക്കുന്ന സന്തോഷമാണെങ്കിൽ പോലും നെഗറ്റീവ് വരാറുണ്ടല്ലോ. അതിനാൽ എനിക്ക് തോന്നുന്നു മലയാളികൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലെ നിരാശകളും ബന്ധങ്ങളും മോശം അനുഭവങ്ങളും ഒക്കെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കൂടി പ്രൊജക്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ്. അതായത് മറ്റൊരാളുടെ സന്തോഷം സ്വന്തം ജീവിതമായി താരതമ്യം ചെയ്ത് അസൂയയോടെ തന്നെ നോക്കിക്കാണുന്ന കുറച്ചു പേരാണ് അവർ. അത് തന്നെ നോക്കൂ, മലയാളികൾ ഒരു കാര്യം മറക്കരുത്. നിങ്ങൾ ഈ വായിൽ തോന്നിയതുപോലെ കമന്റ് ചെയ്യുമ്പോൾ ആ കമന്റ് ബോക്സിന്റെ മറുവശത്തുള്ളവരും ഒരു മനുഷ്യൻ തന്നെയാണ്. അത് മറന്നുകൂടാ. അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാലെ അയാളുടെ സ്വപ്നങ്ങളുണ്ട്. പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ അതിന് പിന്നിൽ അയാളുടെ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമ്മൾ പങ്കാളികളായില്ല. പക്ഷെ അതൊക്കെ തകർക്കാനുള്ള മിനിമം മാന്യതയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിലും മറ്റൊരാളുടെ സന്തോഷത്തെ സന്തോഷമായി കാണാൻ പഠിക്കുന്നതും ഒരു മാനസിക പക്വത തന്നെയാണ്. എന്നാൽ ഇതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയും ഒരു സംസാര വിഷയം നടക്കുന്നുണ്ട്. അനുമോൾ വിവാഹ വാർത്തയെപ്പറ്റിയോ വിവാഹത്തെപ്പറ്റിയോ ഒരാളോടും പറഞ്ഞില്ല എന്നതിൽ വലിയ രൂപത്തിൽ വിഷമിക്കുന്ന, വലിയ രൂപത്തിൽ രോക്ഷം കൊള്ളുന്ന ആളുകളുമുണ്ട്. അതിൽ പല സിനിമ സെലിബ്രിറ്റികളും സീരിയൽ സെലിബ്രിറ്റികളും എല്ലാം ഉൾപ്പെടും. അത് സ്നേഹം കൊണ്ടും ചിലപ്പോൾ ദേഷ്യം കൊണ്ടും ആവാം. എന്നാൽ വിവാഹത്തിൻ്റെ പരിപാടികൾക്ക് തങ്ങളെ ഒന്നും അറിയിച്ചില്ല എന്നും ഇത്രയും വലിയൊരു കാര്യം ജീവിതത്തിൽ നടക്കുമ്പോൾ അത് ആരാധകരെയും സുഹൃത്തുക്കളെയും കൂടെ സഹപ്രവർത്തകരെയും അല്ലെ ആദ്യം അറിയിക്കേണ്ടത് എന്നെല്ലാം തന്നെ ഒരുപാട് വിമർശനവും അനുവിനെ തേടിയെത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയത് വേണം നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്ക് അനുമോൾ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.